പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ തീർന്നിരിക്കുന്ന സമയമായിരിക്കും. വെക്കേഷൻ സമയമാണ്. പിള്ളേർ സെറ്റൊക്കെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പൈസി പൊട്ടാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പൊട്ടാറ്റോ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് സ്പൈസസും കറിവേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവോളയും കൊത്തി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 തക്കാളി നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ആ മുളക് പൊടിയുടെ റോസ് സ്മെല്ലൊക്കെ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ക്യാപ്സിക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന 2 കപ്പ് ബസുമതി റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടാറ്റോ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പൈസി റൈസാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വെക്കേഷൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ.